നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻ്റ് ഉണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അത് നമുക്കുണ്ടാക്കുന്ന പ്രതിസന്ധികൾ എന്തെല്ലാമാണ് എന്നുള്ളത് വളരെ വിശദമായിട്ട് നമ്മൾ പല വീഡിയോസിലായിട്ട് സംസാരിക്കുന്നതാണല്ലേ. ഒരുപാട് പേരുടെ ലിവ്ഡ് എക്സ്പീരിയൻസ് അതായതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന ഡാമേജിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ട. ഇത് കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും അത്തരം പ്രശ്നങ്ങൾ അറിയുന്നുണ്ടായിരിക്കും. എന്നാൽ അതിനെ ഒപ്പം തന്നെയോ അതിനേക്കാളേറെയോ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ഒരു കൂട്ടരാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബ്ലിങ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബ്ലിങ്സ് എന്നുള്ളതിൻ്റെ കൂടെ തന്നെ ഞാൻ നാർസിസ്റ്റിക് ആയിട്ടുള്ള കസിൻസ് എന്നുള്ളതും കൂടി ആഡ് ചെയ്യും. കാരണം പലപ്പോഴും നമ്മളെല്ലാവരും ജോയിൻറ്റ് ഫാമിലിയിലൊക്കെ വളരുമ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബ്ലിങ്സ് തന്നെ ആവണമെന്നില്ല. നമ്മളൊരു സിംഗിൾ ചൈൽഡ് ആയിരുന്നാൽ കൂടി നാർസിസ്റ്റിക് ആയിട്ടുള്ള കസിൻസും അതിനകത്തുണ്ടായിരിക്കാം. പലപ്പോഴും ഇത്തരം കസിൻസ് നമുക്ക് ഉണ്ടാക്കുന്ന ഡാമേജ് സിബ്ലിങ്സിനോടൊപ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ പറ്റി നമ്മളുടെ സമപ്രായക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെക്കാളോ 2, 3, 4, 5 വയസ്സിന് മുകളിലോ താഴെയൊക്കെ നിൽക്കുന്ന ഇത്തരം നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബ്ലിങ്സ് ഉണ്ടാക്കുന്ന ഡാമേജ് എന്നുള്ളത് പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതലാണ് എന്ന് പറയുന്നത് അതിൻ്റെ ആഴം അത്രമാത്രം കൂടുന്നത് കൊണ്ടാണ്. അത് കുഞ്ഞുനാൾ മുതലേ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും തുടരുന്ന, ഇനി ഭാവിയിലും നമ്മളൊരു ഏത് കാലം എടുത്ത് നോക്കിയാലും നിരന്തരമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു അബ്യൂസും അതുതന്നെയാണല്ലേ. പലപ്പോഴും നമുക്ക് കൊളീഗ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ബൗണ്ടറീസ് കീപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു സ്പേസ് എടുക്കാനൊക്കെ കുറച്ചും കൂടി നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് അവരുണ്ടാവില്ല എന്നുള്ളത് തീരുമാനിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. എന്നാൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബ്ലിങ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാവട്ടെ അത്ര തന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് അടർത്തി മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കില്ല. എന്തുകൊണ്ടാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബ്ലിങ്സ് എന്നുള്ളത് നമ്മുടെ ലൈഫിൽ ഇത്രയ്ക്കധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, എങ്ങനെയൊക്കെയാണ് നമുക്ക് സംസാരിക്കാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ. എല്ലാവർക്കും സീനാൻ ഹെൽത്ത് ക്ലിനിക്കിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരോഗ്യകാര്യങ്ങളെ പറ്റിയിട്ട് വളരെയധികം അവെയർ ആയിട്ടുള്ളൊരു സമൂഹം തന്നെയാണ് നമ്മുടേത്. എന്നാൽ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനകത്ത് വരുന്ന ഡൈനാമിക്സ് എങ്ങനെയാണ് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ അവെയർനെസ് അവിടെ വളരെ കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ലേഖനങ്ങളും കാര്യങ്ങളും എല്ലാം മാസികകളിൽ ഇഷ്ടംപോലെ വരുന്നുണ്ടെങ്കിലും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഇൻ്റർപേഴ്സണൽ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിനകത്ത് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ സ്വാധീനിക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ പലപ്പോഴും അവിടെ ഒരുപാട് നമുക്ക് അറിവില്ലായ്മകളുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അതുതന്നെയാണ് പലപ്പോഴും അബ്യൂസിനെ പറ്റിയിട്ടും ഇത്തരം ഇമോഷണൽ ആയിട്ടുള്ള അബ്യൂസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇത്തരം ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടോ നമുക്ക് യാതൊരു ഐഡിയയും കിട്ടാത്തതും. അത്തരം കാര്യങ്ങളിലേക്ക് ഒരു അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിലാണ് സീനാൻ ഹെൽത്ത് ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഫേസ്ബുക്കിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജസ് ഉണ്ട്. വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. നമ്മൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബ്ലിങ്സിനെ പറ്റിയിട്ട് നമ്മൾ മുൻപൊരു വീഡിയോയിൽ വിശദമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാനായിട്ട് മറക്കരുത്. അതിൻ്റെ ലിങ്ക് ഐക്കാർഡിലുണ്ട്. നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബ്ലിങ്സ് എന്ന് പറയുന്നത് പലപ്പോഴും വളരെയധികം പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടാക്കുകയും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അത്രയ്ക്കധികം ബാധിക്കുകയും ഒരുപാട് ട്രോമറ്റൈസ് ചെയ്യിക്കുന്ന ഘടകമാണ്. പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻറ്റിനൊപ്പം തന്നെയോ അല്ലെങ്കിൽ ആ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻറ്റിനേക്കാളുമോ ഒരു ഡാമേജ് നമ്മളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സിബ്ലിങ്സിന് സാധിക്കും, നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബ്ലിങ്സിന് സാധിക്കും. അത്തരം കാര്യങ്ങളിലേക്കുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാരൻ്റ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ വളരെയധികം ട്രോമറ്റൈസ് ചെയ്യിപ്പിക്കുന്ന, സൈക്കോളജിക്കലി നമുക്ക് ഒട്ടും സേഫ്റ്റി തരാത്ത, നമുക്ക് യാതൊരു ആക്സെപ്റ്റൻസും കിട്ടാത്ത, നമുക്കവിടെ ഇമോഷണൽ ആയിട്ടുള്ള യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സ്പേസിലാണ് നമ്മൾ വളരുന്നുണ്ടായിരിക്കുക. ഈ ഒരു സ്പേസിലേക്കാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബ്ലിങ്ങിൻ്റെ പ്രസൻസ് അവിടെ ആ പ്രശ്നങ്ങളെ ഒന്നും കൂടി വഷളാക്കുന്നത്. ഈ ഒരു ഡൈനാമിക്കിനകത്തേക്ക് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിബ്ലിങ് എന്നുള്ളൊരു ഫാക്ടറും കൂടി അവിടെ വരുമ്പോഴത്തേക്കും പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ ഒരു സിബ്ലിങ്ങിൻ്റെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കൂടുതലായിട്ട് ശക്തി പ്രാപിച്ച് വരുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും ഇവിടെ സ്കേപ്ഗോട്ടഡ് ആവുന്ന വ്യക്തിക്ക് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു സിബ്ലിങ്ങിൻ്റെ ഭാഗത്തു നിന്നു കൂടിയുള്ള അബ്യൂസ് പലപ്പോഴും നമുക്ക്
ട്രോമയെ ഒന്നും കൂടി വഷളാക്കുന്നതായിട്ടും മെൻ്റൽ ഹെൽത്തിനെ ഒന്നും കൂടി ഡാമേജ് ചെയ്യിപ്പിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അതിലേക്ക് പലപ്പോഴും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഘടകം എന്നുള്ളത് എങ്ങനെയാണ് ആ ഒരു ഫാമിലി റോൾസ് എന്നുള്ളതിനെ നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബിലിങ്ങിൻ്റെ പ്രസൻസ് ഒന്നും കൂടി വഷളാക്കുന്നത് എന്നാണ്. നമുക്കറിയാം നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാമിലി സിസ്റ്റത്തിൽ റോൾസ് ഉണ്ട് എന്ന്. ഗോൾഡൻ ചൈൽഡ് ഉണ്ട്, സ്കേപ്പ് ഗോട്ടഡ് ആയിട്ടുള്ള ചൈൽഡ് ഉണ്ട്, ഫിക്സർ ആയിട്ടുള്ള ചൈൽഡ് ഉണ്ട്, ഹൗസ് മെയ്ഡ് ആയിട്ടുള്ള ചൈൽഡ് ഉണ്ട്, പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചൈൽഡ് ഉണ്ട്, അല്ലേ? സോ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു പാരൻറ്റിനെ കംഫർട്ടബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ നമ്മളുടെ തന്നെ ഒരു സർവൈവലിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും അത്തരം റോളുകളിലേക്ക് പോകുന്നുണ്ടായിരിക്കാം. ഈ ഒരു റോളിലേക്ക് നമുക്ക് പോകുമ്പോൾ അതിൽ നിന്ന് പലപ്പോഴും നമുക്ക് സർവൈവലിന് വേണ്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ടായിരിക്കും. പലപ്പോഴും നമ്മളുടെ തന്നെ സ്ട്രഗിളിൽ നിന്നും സഫറിങ്ങിൽ നിന്നാണെങ്കിൽ കൂടിയും താൽക്കാലികമായിട്ട് നമുക്ക് അവിടെ കിട്ടുന്ന ഒരു സമാധാനം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ആക്സെപ്റ്റൻസ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സേഫ്റ്റി എന്നുള്ളത് പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബ്ലിങ്ങിന് ഒരു ത്രെട്ടാണ്. ആ ഒരു ത്രെട്ട് ഉള്ളത് കൊണ്ട് തന്നെ മിക്കവാറും അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനും കോമ്പറ്റേറ്റീവ്നെസ്സും എല്ലാം തന്നെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിബ്ലിങ് തീർക്കുന്നത് മിക്കവാറും ഈ ഒരു റോളിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്ന നമ്മളുടെ മേലെ തന്നെയായിരിക്കും. കാരണം ഈ ഒരു സിസ്റ്റത്തിനകത്ത് നോക്കുമ്പോൾ പരസ്പരം വളരെയധികം കോമ്പറ്റേറ്റീവ്നെസ്സിലാണ് ഈ ഒരു സിസ്റ്റം സ്ട്രൈവ് ചെയ്യുന്നത്, അല്ലേ? കാരണം എല്ലാവർക്കും ആക്സെപ്റ്റൻസ് ഇല്ല, എല്ലാവർക്കും സേഫ്റ്റി ഇല്ല. അതിനകത്ത് നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ച് വഴങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ അയാളുടെ ഇമേജിനെ കുറച്ചും കൂടി നല്ലതാക്കി കാണിക്കുന്ന, ആ വ്യക്തിക്ക് പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സപ്ലൈ കിട്ടാൻ സഹായിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ സിസ്റ്റത്തിനകത്ത് സർവൈവലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈറാർക്കിയിൽ നിൽക്കുന്ന ഈ ഒരു സിസ്റ്റത്തിനകത്ത് തന്നെ വളരെയധികം കോമ്പറ്റീറ്റീവ്നെസ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ സർവൈവലിന് വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ ചിലപ്പോൾ ഒരു ഗോൾഡൻ ചൈൽഡ് എന്നുള്ളത് പോലെ നമ്മൾ ഒരുപാട് പഠിക്കുന്നു, മാർക്ക് വാങ്ങിക്കുന്നു, ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നേടുന്നു, അതുവഴി നമുക്ക് കുറച്ച് വാലിഡേഷൻ കിട്ടുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മളൊരു ഗോൾഡൻ ചൈൽഡ് എന്ന പോലെ നിൽക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്നുള്ളത് പോലെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നന്നായി നോക്കി നടത്തി ചെയ്തു കൊടുക്കുന്നത് വഴി നമുക്ക് കുറച്ച് വാലിഡേഷൻ കിട്ടുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മളവിടെ ഒരു ഹൗസ് മെയ്ഡ് എന്നുള്ളത് പോലെയോ ഫിക്സർ എന്നുള്ളത് പോലെയോ നമ്മൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്ത് കാണിക്കുന്നത് വഴി നമുക്കവിടെ കുറച്ച് വാലിഡേഷൻ കിട്ടുന്നുണ്ടായിരിക്കാം. നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബിളിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടാക്കുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് ട്രയാങ്കുലേറ്റ് ചെയ്യുകയും അതിൻ്റേതായിട്ടുള്ള ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനും എല്ലാം തന്നെ ഈ ഒരു വ്യക്തിയിലേക്ക്, പലപ്പോഴും ഈ ഒരു റോളിൽ നിൽക്കുന്ന വ്യക്തിയിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയും അവിടെ ഒരു ഡബിൾ അബ്യൂസിന് പലപ്പോഴും ഈ പറയുന്ന വ്യക്തികൾ പാത്രമാവേണ്ടി വരികയും ചെയ്യുന്നത് വളരെ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു പാരൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെയോ അതില്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ടോ ഒരു അബ്യൂസ് പലപ്പോഴും ഈ പറയുന്നൊരു വ്യക്തി അവിടെ നേരിടേണ്ടി വരാറുണ്ട്. രണ്ടാമതായി നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബ്ലിംഗ് ഉണ്ടാക്കുന്ന ഡാമേജ് എന്നുള്ളത് പാരൻറ്റിനേക്കാളും അധികം ഡാമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് പലപ്പോഴും അവിടെ നമ്മൾ അവരോട് ട്രോമ ബോണ്ടഡായി പോകുമ്പോഴാണ്. അതായത് നമ്മൾ ഈ പറയുന്ന ഒരു സ്പേസിൽ വളരുമ്പോഴത്തേക്കും നമുക്കവിടെ കുറച്ചെങ്കിലും സപ്പോർട്ട് കിട്ടുന്നത് ചിലപ്പോൾ ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബ്ലിങ്ങിൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം. ഇവിടെ ഞാൻ നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബ്ലിംഗ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുമിച്ച് വളരുന്ന കസിൻസ് ആവുമ്പോഴും ഇതേ എഫക്റ്റ് തന്നെയാണ് വരുന്നത്. അതായത് നമ്മൾ ഈവൻ ഒരു സിംഗിൾ ചൈൽഡ് ആണെങ്കിൽ കൂടിയും നമ്മൾ വളരുന്നത് ഒരു ജോയിൻറ്റ് ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള കസിൻസ് അവിടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബ്ലിങ്സ് ആയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. യാതൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും കിട്ടാത്ത സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്പേസ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളവിടെ കുറച്ചൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിന് വേണ്ടി ഈ ഒരു വ്യക്തിനെ ആയിരിക്കാം നമ്മൾ നോക്കി കാണുന്നുണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തിയുടെ വാക്കുകൾക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വില കൊടുക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സേഫ്റ്റി നമുക്ക് ഇവരോട് തോന്നുന്നുണ്ടായിരിക്കാം. കാരണം കുറച്ചും കൂടി അഡൾട്ടായിട്ടുള്ള ആളുകളുടെ അടുത്ത് നമുക്ക് ഭയമായിരിക്കാം, അവിടെ കുറച്ചും കൂടി നമുക്ക് സേഫ്റ്റി ഉണ്ടാവണം എന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം എന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊരു കണക്ഷന് വേണ്ടിയിട്ട് ഇത്തരം സിബ്ലിങ്സിൻ്റെ അടുത്തായിരിക്കാം നമ്മൾ കുറച്ചും കൂടി അടുപ്പമുണ്ടായിരിക്കുക. എന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരേ സമയം നമുക്ക് സ്നേഹം കിട്ടുന്നുണ്ട് എന്നാൽ അബ്യൂസും കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ട്രോമ ബോണ്ടഡ് ആയി പോകാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കുറച്ചൊരു ആക്സെപ്റ്റൻസ് കിട്ടുന്നതിന് വേണ്ടി അവർ പറയുന്നതെല്ലാം നമ്മൾ അവിടെ അംഗീകരിക്കേണ്ടതായിട്ട് വരിക. അവിടെ അതിനു വേണ്ടി ഈ വ്യക്തിക്ക് വേണ്ടുന്ന രീതിയിലെല്ലാം തന്നെ ഒരു സർവീസിന് വേണ്ടി നമ്മളവിടെ ആയി പോവുക. ഈ വ്യക്തി പറയുന്ന എല്ലാ
കാര്യങ്ങളിലേക്ക് നമ്മളും കൂടി ചെന്ന് നമ്മളും കൂടി പണി മേടിക്കുക. ഈ വ്യക്തിയാണെങ്കിൽ നൈസായിട്ട് അവിടെ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുമ്പോൾ അവിടെ ട്രോമ ബോണ്ടഡായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻറ്റിൻ്റെ അടുത്തുള്ള ട്രോമ ബോണ്ടിങ്ങിനൊപ്പം തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാളും വേഴ്സ്റ്റ് ആയിട്ടോ ഉള്ളൊരു എഫക്റ്റ് നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബിളിങ്ങുമായിട്ടുള്ള ട്രോമ ബോണ്ടിങ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ആ ഒരു സ്പേസിൽ നിന്ന് മാറി നമ്മൾ വളർന്നു വലുതായി അഡൾട്ട്ഹുഡിലെ റിലേഷൻഷിപ്സുകളിലേക്ക് പോയാലും ഫ്രണ്ട്സിൻ്റെ രൂപത്തിലും കൊളീഗ്സിൻ്റെ രൂപത്തിലും പാർട്ട്നേഴ്സിൻ്റെ രൂപത്തിലും നമ്മളുടെ സ്പൗസിൻ്റെ രൂപത്തിലും നമ്മളുടെ ഇഷ്ടപ്പെടുന്ന ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സിൻ്റെ രൂപത്തിലെല്ലാം തന്നെയും പലപ്പോഴും നമ്മൾ സിമിലർ ആയിട്ടുള്ള പാറ്റേൺസിൽ പോയി പെടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു വ്യക്തി, ഈ ഒരു നാർസിസ്റ്റിക് സിബ്ലിംഗ് എന്നുള്ളത് നാർസിസ്റ്റിക് പാരൻ്റ് പോലെ അല്ല. ദേ ആർ ലൈക്ക് നമ്മളുടെ ഒപ്പം തന്നെ വളർന്നു വരുന്ന ഒരു കാര്യമാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളും കൊളീഗിലും എല്ലാം തന്നെ ഇത്തരം നാർസിസ്റ്റിക് സിബ്ലിങ്സിനെ നമ്മൾ തേടുകയും സിമിലർ ഡൈനാമിക് റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് അവിടെ കുറച്ചും കൂടി വഷളാവാണ്, കുറച്ചും കൂടി കൂടുതലാവാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും നാർസിസ്റ്റിക് പാരൻറ്റിനൊപ്പം തന്നെയോ അതിനേക്കാളും കൂടുതലോ ഡാമേജ് അവിടെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതാണ് രണ്ടാമതായിട്ട് പലപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നം. മൂന്നാമതായിട്ട് നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബ്ലിംഗ് ഉണ്ടാക്കുന്ന ഡാമേജ് എന്നുള്ളത് ട്രയാങ്കുലേഷനിലൂടെയാണ്. അതായത് ഈ പറയുന്ന മറ്റു ആളുകളുമായിട്ട് ട്രയാങ്കുലേറ്റ് ചെയ്യുന്നത് വഴി പലപ്പോഴും നമ്മളെ കൂടുതൽ അബ്യൂസിലേക്ക് നയിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അവിടെ വഴക്ക് വാങ്ങിയൊക്കെ തരിക, അല്ലെങ്കിൽ നമ്മളെ പറ്റിയിട്ടുള്ള സ്മിയർ ക്യാമ്പയിനിങ്ങിലേക്ക് പോവുക, നമുക്കുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അടുത്ത ബന്ധങ്ങൾ, അടുത്ത ഫ്രണ്ട്ഷിപ്പുകളായിരിക്കാം, അടുപ്പമുള്ള ഈ ഫാമിലി സിസ്റ്റത്തിൽ തന്നെ അടുപ്പമുള്ള റിലേഷൻസ് ആയിരിക്കാം, അതെല്ലാം തന്നെ ഡാമേജ് ചെയ്യിപ്പിക്കാനായിട്ട് ട്രയാങ്കുലേഷൻ വഴി നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബ്ലിങ്ങിന് സാധിക്കും. അതുവഴി നമ്മൾ പലപ്പോഴും ഐസൊലേറ്റഡ് ആവാനും ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് പുറത്തു പോകാനും നമുക്ക് അവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് ആരുമായിട്ടും ഇല്ലാതിരിക്കാനുള്ള റീസൺ അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, എന്തിനാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബ്ലിംഗ് ഇത്രയൊക്കെ ചെയ്യുന്നത്? കോമ്പറ്റേറ്റീവ്നെസ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റീസൺ. അതായത് അവിടെ ആ ഒരു ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു ജലസിയും കോമ്പറ്റീഷനുമാണ് പലപ്പോഴും ആളുകളെ ഇത്തരം കാര്യങ്ങളിലേക്ക് നയിക്കുന്നത്. അവിടെ ഒരിക്കലും നമുക്കവിടെ ഈ ഒരു വ്യക്തി നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹത്തിലും അങ്ങോട്ട് കാണുന്നത് പോലെ ആയിരിക്കില്ല ആ വ്യക്തി നമ്മളെ ഇങ്ങോട്ട് കാണുന്നുണ്ടായിരിക്കുക. നമ്മളെ കാണുന്നുണ്ടായിരിക്കുന്നത് പലപ്പോഴും അവരുടേതായിട്ടുള്ള കോമ്പറ്റീഷനിൽ നിന്നായിട്ടായിരിക്കാം, അവരുടെ തന്നെ ഇൻസെക്യൂരിറ്റിയിൽ നിന്നായിരിക്കാം. ഈ വ്യക്തി എന്നെക്കാളും പഠിക്കുന്ന ആളാണ്, ഈ വ്യക്തി എന്നെക്കാളും ഭംഗിയുള്ള ആളാണ്, ഈ വ്യക്തി എന്നെ പോലെ അല്ല, ഈ വ്യക്തിക്ക് വേറെയും കുറേ നല്ല ക്വാളിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ സമൂഹം പോസിറ്റീവായിട്ട് കാണുന്ന ക്വാളിറ്റീസ് ഉണ്ട്, ആൻഡ് ഐ എം ഫീലിംഗ് ബാഡ് അബൌട്ട് ഇറ്റ്. ഈ ഒരു ബാഡ് ആയിട്ടുള്ള ഫീലിംഗ് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവരവിടെ ആ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ വ്യക്തികളിലും കാണുന്ന ആ ഒരു കോമ്പറ്റീഷൻ എന്നുള്ളത് പലപ്പോഴും നമ്മളെ അബ്യൂസ് ചെയ്യുക, ഡിവാല്യൂ ചെയ്യുക എന്നുള്ളതിലേക്ക് മാറാനുമുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതായിട്ട് നാലാമതായിട്ട് വരുന്ന നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബ്ലിംഗ് ഉണ്ടാക്കുന്ന ഡാമേജ് എങ്ങനെയാണ് എന്നുള്ളതിലേക്ക് നയിക്കുന്ന ഫാക്ടറാണ് നമുക്കുണ്ടാകുന്ന ഗ്യാസ് ലൈറ്റിങ്ങും ഡിവാല്യൂഷനും എന്നുള്ളത്. എങ്ങനെയാണത് വരുന്നത്? ഈ ഒരു ഡിവാല്യൂയിങ് വരുന്നത് പലപ്പോഴും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും അഡൽട്ട്സ് ആയിരിക്കാം അല്ലേ. ഈ പറയുന്ന നിങ്ങൾക്ക് നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു സിബ്ലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ജനിച്ച് വളർന്നത് ഇന്നത്തെ കാലഘട്ടത്തിലല്ല, കുറേയും കൂടി വർഷങ്ങൾ പിന്നോട്ട് പോകണം അല്ലേ. ഒരു 20, 25, 30 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കാം. ആ സമയത്ത് നമുക്ക് ഇന്നത്തെ പോലെ ടെക്നോളജി ഇല്ല, ഇന്നത്തെ പോലെ നമുക്ക് അവയർനെസ് കിട്ടാനുള്ള സ്ഥലങ്ങളില്ല, നമുക്ക് നോക്കി കാണാനായിട്ട് ഒരു ലോകമെന്ന് പറയുന്നത് നമുക്ക് വളരെ ചെറുതാണ്. പലപ്പോഴും ഇത്തരം വീടുകളിലും ഇത്തരം കളിസ്ഥലങ്ങളിലും ഒരു ചുരുങ്ങിയ ഒരു സ്പേസിലായിരിക്കാം നമ്മളെല്ലാവരും വളർന്നിട്ടുണ്ടായിരിക്കാം. ഈ ഒരു സ്പേസിലേക്ക് ചെല്ലുമ്പോൾ പലപ്പോഴും ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു സിബ്ലിങ്ങിൻ്റെ വാക്കുകൾ നമ്മളെ അത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസും അതുകൊണ്ട് തന്നെ വളരെ കൂടുതലാണ്. പലപ്പോഴും നമ്മളൊരു വാലിഡേഷന് വേണ്ടി, അല്ലെങ്കിൽ ലോകം എന്നെ എങ്ങനെ കാണുന്നു, ഈ ഞാൻ ശരിക്കും വേർത്തിയാണോ, മറ്റുള്ളവർ എന്നെ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമ്മൾ പഠിച്ചത് പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബ്ലിങ്ങിൻ്റെ വാക്കുകളിലൂടെ ആയിരിക്കാം. കാരണം നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻറ്റ് അവിടെ പലപ്പോഴും ഉണ്ടാവണം എന്ന് തന്നെയില്ല. ഉള്ള സമയത്തൊക്കെ അബ്യൂസ് ചെയ്യുന്നു, കുറ്റപ്പെടുത്തുന്നു, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പോകുന്നു എന്നുണ്ടെങ്കിലും കളിക്കുന്ന സമയത്തും അല്ലെങ്കിൽ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബ്ലിങ്ങിൻ്റെ കൂടെ ആയിരിക്കും. ഈ ഒരു സിബ്ലിങ്ങിൻ്റെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തിയുടേതായിട്ടുള്ള ഇൻസെക്യൂരിറ്റിയിൽ നിന്നുകൊണ്ടുള്ള എല്ലാ ഡിവാല്യൂയിങ്ങും എല്ലാ ബ്ലെയിം ഷിഫ്റ്റിങ്ങും എല്ലാ ഗ്യാസ് ലൈറ്റിങ്ങും നമ്മളായിരിക്കും കേട്ടിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ സെൻസ് ഓഫ് സെൽഫിനെ പറ്റിയിട്ടുള്ള യാതൊരു ധാരണയും പോസിറ്റീവായിട്ടായിരിക്കില്ല. ഈ വ്യക്തിയുടെ വാക്കുകളിൽ നിന്ന് കിട്ടുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള പെർസെപ്ഷൻ ആയിരിക്കും നമുക്ക് നമ്മളെ പറ്റി തന്നെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്കുള്ള സെൽഫ് ഡൗട്ടും വളരെ കൂടുതലായിരിക്കും.
യാതൊരു സെൽഫ് ഇമേജും പോസിറ്റീവായിട്ടുള്ളതായിരിക്കില്ല നമുക്കുണ്ടായിരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സിസ്റ്റത്തിൽ വളർന്നു വരുന്ന നമുക്കാവട്ടെ പലപ്പോഴും നമ്മളുടെ സെൽഫിനെ ഏറ്റവും ഡാമേജ് ചെയ്യിപ്പിക്കുന്ന വാക്കുകൾ വരുന്നത് പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബിളിങ്ങിൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം. ഈ രീതിയിൽ വരുന്ന ഡീവാല്യൂയിങ്ങും ഗ്യാസ് ലൈറ്റിങ്ങും ഇന്ന് നമ്മളുടെ കൺഫ്യൂഷനിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഇനി അടുത്തതായിട്ട് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത് പ്രസൻറ്റ് ലൈഫിൽ നമ്മൾ നേരിടുന്ന ചാലഞ്ചസ് ആണ്. ഇന്ന് നമ്മൾ കുട്ടിക്കാലം കഴിഞ്ഞു, നമ്മളെല്ലാവരും അഡൽട്ട്സായി. ഇന്ന് നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബിളിംഗ് നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കുക? പ്രസൻ്റ്ലി നമ്മളുടെ ഫാമിലി ഡൈനാമിക്സിനെ സ്വാധീനിക്കുന്നത് വഴി, പ്രസൻ്റ്ലി ട്രയാങ്കുലേറ്റ് ചെയ്യുന്നത് വഴി, പ്രസൻ്റ്ലി നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻറ്റുമായിട്ടുള്ള ഡൈനാമിക്സിനകത്ത് ഇൻ്റർഫിയർ ചെയ്യുന്നത് വഴി, കൂടുതലായിട്ടും പലപ്പോഴും നമ്മൾ ഇവരെയുള്ള കെയർ ടേക്കിംഗ് എന്നുള്ള കാര്യത്തിലാവട്ടെ, ഫാമിലി ഡിസിഷൻസ് എന്നുള്ളതിലാവട്ടെ, എല്ലാത്തിലും കൈ കടത്തുന്ന നിരന്തരം നമുക്ക് ഒഴിയാബാധയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബിളിംഗ് എന്നുള്ളത് എപ്പോഴും മാറാറുണ്ട്. പലപ്പോഴും നമ്മളവിടെ ഈ ഒരു വ്യക്തി എത്ര ടേക്ക് കെയർ ചെയ്യാൻ നോക്കിയാലും, നമ്മൾ അവർക്ക് വേണ്ടി എത്രത്തോളം നമ്മൾ പ്രസൻറ്റായി അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയാലും പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള സിബിളിംഗ് എന്നുള്ളത് പലപ്പോഴും നമുക്ക് വളരെയധികം നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻറ്റിനൊപ്പം തന്നെയോ അതിനേക്കാളോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാവുന്നത് ഇത്തരം ഘടകങ്ങളിലൂടെയാണ്. സോ എന്താണ് പരിഹാരം? നമ്മളെപ്പോഴും ഏതൊരു നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയും ഡീൽ പറയുന്നത് പോലെ ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അംഗീകരിക്കുക. ഇതിൻ്റെ ഡൈനാമിക്സ് നമ്മൾ കൂടുതലായിട്ടും തിരിച്ചറിയുക. പലപ്പോഴും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവണം എന്നില്ല അല്ലേ? നമ്മളുടെ തന്നെ മെൻ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുക, നമ്മളുടേതായിട്ടുള്ള ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക എന്നൊക്കെ തുടങ്ങി നമ്മൾ എൻഗേജ് ചെയ്യാതിരിക്കുക, ഗ്രേ റോക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ സ്ട്രാറ്റജീസും നമ്മൾ മറ്റ് നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളെ പറ്റി പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുകയും യൂസ് ചെയ്യുകയും ചെയ്യുന്നത് പലപ്പോഴും നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ അടുത്തൊരു ജനറേഷനിലേക്ക് ഈ ഒരു കോമ്പറ്റീറ്റീവ്നെസ്സും കാര്യങ്ങളും അതിൽ നിന്ന് വരുന്ന ട്രയാങ്കുലേഷനും ഈ പറയുന്ന ഡിവാല്യൂയിങ്ങും ബ്ലെയിം ഷിഫ്റ്റിങ്ങും ഗ്യാസ് ലൈറ്റിങ്ങും ഒന്നും എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി വേണ്ടുന്ന ബൗണ്ടറീസ് സൂക്ഷിക്കാനും അത് പാലിക്കാനും ശ്രമിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.